ദിലീപ് കുമാർ, എനിക്ക് തോന്നുന്നത് ഈ വിവാദമായി മാധ്യമങ്ങളും മറ്റുള്ളവരും ആഘോഷിക്കുകയും ഒക്കെ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒഴിച്ചു നിർത്തിയാൽ നല്ല ആയുധം ഈ സർക്കാർ പ്രതിപക്ഷത്തിന് കൊടുത്ത ഏതാണ് ദിലീപിന്റെ ദൃഷ്ടിയിൽ? SKN, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ ഡീലിൽ ചുറ്റിത്തിരിയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും ഒക്കെ പറഞ്ഞതാണ്, ആ ഡീലിൽ ചുറ്റിത്തിരിയുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ആയുധം. ഈ വികസനത്തിന്റെ കാര്യത്തിലും സർക്കാരിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഏതായാലും അത് സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ കുറേ കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് തുടർച്ചയായി കഴിഞ്ഞ 10 വർഷമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ബദൽ അല്ലെങ്കിൽ ഇത് പോരാ, ഇനിയും കേരളം കൂടുതൽ വികസിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ കൂടി വിലയിരുത്തലാണ്. ആ 5 വർഷം ആ സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ മുന്നണികളുടെ പ്രകടന പത്രികകളുടെ വിലയിരുത്തലാണ്. അത്തരം ഒരു ചർച്ചയിലേക്ക് ഇനിയും ഈ കേരളം മാറിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടായിരിക്കാം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഈ ആരോപണം, ഇത്തരം ശാസ്ത്രീയമായിട്ടൊരു വികസന രേഖ അവതരിപ്പിക്കാനുള്ള അവരുടെ കഴിവുകേടാണ് ഇതിൽ പ്രകടമാകുന്നത്. അല്ല, ഒന്ന് ഈ പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയിട്ടില്ല. അല്ല, പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ നേതാക്കൾ ചില സൂചനകൾ നൽകും. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തി ഒരു 5 ഗ്യാരണ്ടി അത് പ്രഖ്യാപിച്ചു. ഏതായാലും അതിലൂന്നിയായിരിക്കും UDFന്റെ പ്രകടന പത്രിക എന്നതിൽ സംശയമില്ല. പക്ഷേ UDFനും കോൺഗ്രസിനും പോലും ആ കാര്യങ്ങളിൽ, ആ 5 കാര്യങ്ങൾ എന്നത് വോട്ടർമാരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനുള്ള, അത് എപ്പോഴും ചർച്ചയാക്കണമെന്നുള്ള ഒരു താല്പര്യവുമില്ല. ഇപ്പോഴും ഈ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ ഡീലിൽ ചുറ്റിത്തിരിയുകയാണ്. അപ്പോൾ ആ വോട്ടർമാരിലേക്ക് അത്തരം വിഷയങ്ങൾ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.